വന്നിരിക്കുന്ന ചക്ക കൊണ്ടൊരു വെറൈറ്റി സ്നാക്ക്. പച്ചച്ചക്ക കൊണ്ടൊരു വെറൈറ്റി സ്നാക്ക് ആണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അല്ലെ. നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ ഇത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ. സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളുണ്ട്, പിന്നെ വെറൈറ്റി ഫുഡുകളുണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ട്, ഫുഡുകളുണ്ട്, ബിരിയാണികളൊക്കെ ഉണ്ട്, പലവിധ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോന്നും ഓരോ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അല്ലെ. ഒരു വലിയ ഉള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞതാണിത്. ഒരു തക്കാളി വേണം, പച്ചമുളക് ഒന്ന് വേണം, ഒരു അരപ്പണ വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊരു പച്ചച്ചക്ക ഞാൻ വെട്ടിപ്പൊളിച്ചതാണ്. അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞിട്ട് ഇനി വൃത്തിയാക്കി വെക്കണം. അങ്ങനെ ചവണിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു കുഴി പോലുള്ളതാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അതായത് പ്ലെയിൻ ആയിട്ടുള്ളതല്ല, അതേപോലെ ഒരു കുഴി ആവുന്ന മോഡലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒരു കടായി പാത്രത്തിൽ ഒഴിച്ചിട്ട് ഈ ചക്ക ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് എണ്ണ കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് ഫ്ലെക്സിബിൾ ആയാൽ മതി. ഇതിങ്ങനെ മറ്റേത് ഉറച്ച് നിൽക്കും പച്ചച്ചക്ക. ഒന്നിങ്ങോട്ട് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് ഒരു നല്ല ഹൈ ചൂടിലാനിട്ടിട്ട് ഒന്ന് കംപ്ലീറ്റ് ഇളക്കിയാൽ മതി. എന്നിട്ട് അതങ്ങോട്ട് കോരി വെക്കുക. കോരി വെച്ചിട്ട് ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഈ എണ്ണ അതേപോലെ ആ പാത്രത്തിൽ തന്നെ വെക്കുക. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ ഇങ്ങനെ കുഴിയുള്ളത് നമുക്ക് ആവശ്യം. ഇനി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിൽ വെളുത്തുള്ളി, ഇഞ്ചിയും ആ തക്കാളിയും ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും കൂട്ടണ്ട. ഈ തക്കാളിൻ്റെ ആ നീരിൽ തന്നെയാണ് അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് പണി കഴിഞ്ഞിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കുക. പിന്നെ നേരത്തെ നമ്മൾ ചക്ക ചൂടാക്കിയ അതേ അതിൽ തന്നെ എണ്ണ കുറച്ച് കൂടുതലാണെങ്കിൽ ഒന്ന് മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ കുറവാണെങ്കിൽ കുറച്ച് കൂട്ടുക. ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കംപ്ലീറ്റ് വാട്ടുക. അതിലേക്ക് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടുക. പിന്നെ തക്കാളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ആ മിക്സിയിൽ അരച്ചത് അതിലേക്കിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുക, ഒരു സ്വല്പം മല്ലിയില ഇടുക, എന്നിട്ട് വീണ്ടും ഇളക്കുക. ഇനി കുറച്ച് മസാലപ്പൊടികൾ ഇടണം. ഒരു അര സ്പൂണിനെക്കാട്ടും കുറച്ചും കൂടി കുറവായിട്ട് ഉള്ള ഒരു മഞ്ഞപ്പൊടി അതിലിടുക. മഞ്ഞപ്പൊടി അധികം ഇടരുത്, ഒന്നിങ്ങോട്ട് ഇളക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് കാശ്മീരി ചുവന്ന മുളക് പൊടി അതിടുക, ജസ്റ്റ് ഒന്ന് ഇളക്കുക. പിന്നെ ഒരു അര സ്പൂണ് ഗരം മസാലൻ്റെ പൊടി. ഇനി കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പും ആവശ്യത്തിനിടണം. ഉപ്പ് ആദ്യമായിട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇനി ഞാനൊരു കോഴിമുട്ട ഉടച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുട്ട മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ ശേഷം മറ്റേത് ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ മുട്ട ഇവിടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയും വേണം. റസ്ക് പൊടി പറ്റില്ല, ബ്രെഡ് പൗഡറാണ് ഏറ്റവും ഉത്തമമുള്ളത്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഈ മിക്സ് ചെയ്യുന്നതിലിട്ടാൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അവിടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ അടുപ്പ് ചൂടാക്കിയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ അവിടെ വെക്കുക. ആ സമയത്ത് നമുക്കിത് ഫില്ല് ചെയ്യണം. അപ്പോൾ ചക്ക ഇതേപോലെ എടുക്കുക. അതിലേക്ക് സ്വല്പം മതി മസാല, അധികം ഇടരുത്. അത് ജസ്റ്റ് അതിലിട്ടിട്ട് ഒന്നിങ്ങനെ കൂട്ടിപ്പിടിക്കണം. അതിങ്ങനെ ചക്ക കൂട്ടിപ്പിടിച്ചിട്ട് ശേഷം അതിലേക്ക് മാറ്റി വെക്കുക. അതുപോലെ എല്ലാതും ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി അത് ജസ്റ്റ് ഒരു കൈ കൊണ്ട് കോഴിമുട്ടയിൽ മുക്കിയിട്ട് അതിൽ വെച്ചിട്ട് പിന്നെ മറ്റേ കൈ കൊണ്ട് അത് ബ്രെഡ് പൗഡറിൽ ഞെക്കുക, മുക്കി പിടിക്കുക. ഇങ്ങനെ എല്ലാവരും നിൽക്കുക. ഒന്ന് കൈ കൊണ്ട് അമർത്തി പിടിക്കുക. ഇതേപോലെ അതിൽ മിക്സ് ചെയ്യുക. പിന്നെ ബ്രെഡ് പൗഡറിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി പ്രസ് ചെയ്യുക. ഇത് 2 തവണ ചെയ്യണം. ഈ ചക്കക്കിങ്ങനെ ചെറിയൊരു ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന മോഡൽ ഒരു കുഴിയുള്ള ആ ഒരു ചക്ക നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്.
ഇതിപ്പോൾ ഒരു തവണ കഴിഞ്ഞ് രണ്ടാമത്തെ തവണ വീണ്ടും ഒന്നുകൂടി ഞാനിതിൽ ഫില്ല് ചെയ്യാണ്. അപ്പോഴാണ് ചക്കമ്മ ശരിക്കും ഇട്ട് പിടിക്കുക. അത് ഇതേപോലെ ചെയ്യുക. എണ്ണ നല്ലോണം ചൂടാക്കണം, പിന്നെ ചൂടൊന്ന് കുറക്കണം. കാരണം വെച്ചാൽ ബ്രെഡ് പൗഡർ പിന്നെ കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ചൂടായി എന്നിട്ട് അതിലേക്ക് അങ്ങോട്ടിടുക. മുങ്ങി നിൽക്കണമെന്നില്ല, ഒരു ഹാഫ് മുങ്ങിയാൽ മതി. എല്ലാവരും അതിലിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. കാരണം ഇതിൻ്റെ എല്ലാതും വെന്തതാണ്, ചക്ക ഓൾറെഡി വാടിയതാണ്, പിന്നെ മസാല ഓൾറെഡി വെന്തതാണ്. പിന്നെ ഇതിൻ്റെ പുറത്തെ ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് മുരുങ്ങനായാൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെക്കുക. ചൂട് ഒരിക്കലും കൂട്ടി വെച്ചരുത്. ചൂട് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രെഡ് പൗഡർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നെണ്ണ കുറച്ച് ചൂട് കൂടി പോയിക്കുന്നതിന്. പിന്നെ ഇതങ്ങോട്ട് ഞാൻ കോരിയെടുക്കുകയാണ്. ഇതാണ് സംഭവം. ഇനി ഇത് നമുക്ക് കെച്ചപ്പ് കൂട്ടി ഉപയോഗിക്കാം, അതല്ലാണ്ട് വെറുതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. വെറുതെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ഒരുപാട് ചക്ക വിഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.